ഹായ് എവ്രി വൺ. CMA ഇൻ്റർമീഡിയറ്റ് എക്സാം ജൂണിൽ എഴുതുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് പുതിയൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ് എങ്ങനെ പഠിക്കണം, അതിൻ്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ചാനലിൽ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ നല്ല യൂസ്ഫുൾ ആവും. നിങ്ങൾക്ക് ഇപ്പോൾ ഇതുവരെ പ്രിപ്പറേഷൻസ് ഒന്നും തുടങ്ങിയിട്ടില്ല, ഏതൊക്കെ ചാപ്റ്റർ പഠിക്കണം, എങ്ങനെയാണ് വെയിറ്റേജ്, അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്നൊക്കെ ഉള്ളത് അറിയില്ല എന്നൊക്കെ ഉള്ളത് ആകെ കൺഫ്യൂഷനിൽ നിൽക്കുകയാണെങ്കിൽ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും. സോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കാണുക കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് സെക്കൻഡ് ഗ്രൂപ്പിലെ പേപ്പർ 10 ആയിട്ടുള്ള നമ്മുടെ കോർപ്പറേറ്റ് അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ് എന്ന് പറയുന്ന പേപ്പറാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സെക്കൻഡ് ഗ്രൂപ്പിലെ പേപ്പറാണ്, ഇൻ്റർമീഡിയറ്റിൻ്റെ സെക്കൻഡ് ഗ്രൂപ്പിലെ പേപ്പറാണ് കോർപ്പറേറ്റ് അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പേപ്പറിൽ ഏതൊക്കെ പോർഷൻസ് പഠിക്കുവാണെങ്കിൽ നമുക്ക് നല്ല മാർക്ക് കിട്ടും എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും റിക്വയർമെൻറ്റ്സ് ഉണ്ട്, ഡൗട്ട് ഉണ്ട്, വേറെ എന്തെങ്കിലുമൊക്കെ വീഡിയോസോ അല്ലെങ്കിൽ ടോപ്പിക്സൊക്കെ പറയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ റിക്വയർമെൻറ്റ്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. അപ്പോൾ ടൈമിനനുസരിച്ചിട്ട് ഞാൻ ഓരോ വീഡിയോസായിട്ട് ഇട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് കോർപ്പറേറ്റ് അക്കൗണ്ട്സ് ഓഡിറ്റ് എന്ന് പറയുന്ന പേപ്പർ 10 ആണ്. ഈ ഒരു പേപ്പർ എന്ന് പറഞ്ഞാൽ പൊതുവിൽ എല്ലാവരും പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഓഡിറ്റ് കമ്പാരിറ്റീവ്ലി ഭയങ്കര ബുദ്ധിമുട്ടാണ്, കോർപ്പറേറ്റ് അക്കൗണ്ട്സ് വലിയ പ്രശ്നമില്ല എന്ന് പറയുന്നതാണ് മെജോറിറ്റി കേൾക്കുന്നത്. പക്ഷേ ചില ആൾക്കാർ, തിയറി ഇഷ്ടപ്പെടുന്ന ആൾക്കാർ പറയാറുണ്ട് ഓഡിറ്റ് ഓക്കെയാണ്, കോർപ്പറേറ്റ് അക്കൗണ്ട്സ് ബുദ്ധിമുട്ടാണെന്ന് പറയാറുണ്ട്. ഒരെണ്ണം മാത്രം, അതായത് ഇപ്പോൾ ഒന്നുകിൽ ഓഡിറ്റ് മാത്രം അല്ലെങ്കിൽ അക്കൗണ്ട്സ് മാത്രം പഠിച്ചുകൊണ്ട് പോയത് കൊണ്ട് മാർക്ക് കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. സോ എല്ലാം കൂടി അടിസ്ഥാനമാക്കിയിട്ട് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കി എനിക്ക് മനസ്സിലായി, ഞാൻ ഫോളോ ചെയ്തിട്ടുള്ളൊരു മെത്തേഡാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം കേട്ടോ. എനിക്ക് ഏറ്റവും ആദ്യം പറയാനുള്ളത്, ഈ ഒരു പേപ്പറിനെ പറ്റി ആദ്യം ഞാൻ നിങ്ങൾക്കൊരു ഐഡിയ തരാം. അതായത് നമ്മുടെ കോർപ്പറേറ്റ് അക്കൗണ്ട്സ് ഓഡിറ്റ്, ഇപ്പോൾ ഏത് പേപ്പർ ആയിക്കോട്ടെ, ക്വസ്റ്റ്യൻ പേപ്പർ ഏത് സബ്ജക്റ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിക്കോട്ടെ, ക്വസ്റ്റ്യൻ പേപ്പറിൽ ടോട്ടൽ 128 മാർക്ക്, 128 മാർക്കിന് ടോട്ടൽ എക്സാമിന് വരാറുണ്ട്. അതായത് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുകയാണ്, ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ, ഇപ്പോൾ ഈ ഒരു സബ്ജക്റ്റ് പേപ്പർ 10 ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ 128 മാർക്കിന് ക്വസ്റ്റ്യൻസ് ആ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണും. അതിൽ നിന്ന് നമുക്ക് സെലക്റ്റീവായിട്ട് എല്ലാം ചൂസ് ചെയ്ത് നമുക്ക് 100 മാർക്കിന് എക്സാം എഴുതാനായിട്ട് പറ്റും. 100 മാർക്സിന് എക്സാം എഴുതാം. അപ്പോൾ ടോട്ടൽ നമുക്ക് നോക്കുമ്പോൾ 128 മാർക്കിന് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് സെലക്റ്റൊക്കെ ചെയ്ത് 100 മാർക്കിന് എക്സാം എഴുതാം. അപ്പോൾ അത്രയും വലിയൊരു പ്ലാറ്റ്ഫോമാണ്, അല്ലെങ്കിൽ അത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ മുമ്പിൽ കിടക്കുന്നത്. അപ്പോൾ പ്രോപ്പർ പ്ലാനിങ്ങോട് കൂടി പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല മാർക്ക് കിട്ടത്തില്ലേ? കാരണം 128 മാർക്കിനുള്ള ഓപ്ഷൻ നമ്മുടെ മുന്നിലുണ്ട്. അതിന് 100 മാർക്ക് നമ്മൾ എടുത്താൽ മതി. അപ്പോൾ അത്രയും നല്ലൊരു അവസരം നമുക്ക് എപ്പോഴും കിട്ടണം എന്നില്ല. ഇനി എപ്പോഴെങ്കിലും അവർ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് മാറ്റി റീഡ്രാഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ, അവരുടെ ഒരു പാറ്റേൺ മാറ്റുകയാണെങ്കിൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും. സോ ഇപ്പോൾ ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ മുന്നിലുള്ളത്. സോ അതുകൊണ്ട് മാക്സിമം ഈ ഒരു അവസരം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. അതിനെങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്കത് പോസിബിളാവും. സോ ഈ 128 മാർക്കിൽ നമുക്കറിയാം MCQ ഉണ്ട്, എന്തുണ്ട്, ഡിസ്ക്രിപ്റ്റീവും ഉണ്ട്. MCQ എല്ലാ പേപ്പേഴ്സിനും 30 മാർക്കാണ്. MCQ 15 ക്വസ്റ്റ്യൻസ് ആണ്, ഒരു ക്വസ്റ്റ്യന് 2 മാർക്കാണ്. അങ്ങനെ ടോട്ടൽ 30 മാർക്കാണ് MCQ വരാറുള്ളത്. ഓക്കെ, ബാക്കിയുള്ള 98 മാർക്കും 98 മാർക്കും ഡിസ്ക്രിപ്റ്റീവിൽ നിന്നാണ് വരുന്നത്. ഡിസ്ക്രിപ്റ്റീവിൽ ഒരു ക്വസ്റ്റ്യന് 14 മാർക്കാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഒരു ക്വസ്റ്റ്യന് 14 മാർക്കാണ്. 7 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻ, A പാർട്ട് B പാർട്ട്, അങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. ഒരു ക്വസ്റ്റ്യൻ്റെ വെയിറ്റേജ് 14 മാർക്കാണ്. അങ്ങനെ 14 മാർക്കിൻ്റെ 7 ക്വസ്റ്റ്യൻ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്ക്രിപ്റ്റീവ് പോർഷനിലുണ്ട്. സെക്ഷൻ B എന്ന് പറയുന്ന ഡിസ്ക്രിപ്റ്റീവ് പോർഷനിൽ ടോട്ടൽ 7 ക്വസ്റ്റ്യൻ ഉണ്ട്. 14 മാർക്കാണ് ഒരു ക്വസ്റ്റ്യൻ്റെ വെയിറ്റേജ്. അങ്ങനെ ടോട്ടൽ 98 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആ പറഞ്ഞ ഡിസ്ക്രിപ്റ്റീവ് ഏരിയയിലുണ്ട്. പക്ഷെ നമുക്ക് ആ 7 എണ്ണം എഴുതാൻ പറ്റുമോ? ഇല്ല. അതിൽ നിന്ന് 5 എണ്ണം നമുക്ക് പഠിച്ചതും നമുക്ക് ഓർമ്മയുള്ളത് അറിയുന്നതുമായ 5 എണ്ണം നമുക്ക് ചൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, 5 എണ്ണം എഴുതാൻ പറ്റും അല്ലേ? 5 എണ്ണം എഴുതുമ്പോൾ നമുക്ക് എത്ര മാർക്ക് കിട്ടും? 70 മാർക്ക് കിട്ടും. ഈ പറഞ്ഞ 30, അങ്ങനെയാണ് ആ 100 വരുന്നത്. ഇത്രയും കാര്യം ജനറലി അറിയാത്ത കുറേ ആൾക്കാരുണ്ട്. 128 മാർക്കിന് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട് എന്നൊക്കെ നോക്കാത്ത ആൾക്കാരുണ്ട്. സോ അവർക്ക് വേണ്ടി ഒരു ജനറൽ ഇൻഫർമേഷൻ എന്ന രീതിക്ക് ഞാൻ പറഞ്ഞതാണ്. ഈ ഒരു പേപ്പറിന് മാത്രമല്ല, CMA ഇൻ്റർമീഡിയറ്റിൻ്റെ ഏത് പേപ്പർ എടുത്താലും ആ പേപ്പറിന് ക്വസ്റ്റ്യൻ പേപ്പർ, ആ പേപ്പറിൽ നിന്ന് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ വരുമ്പോൾ അതിൽ 128 മാർക്കിന് ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. അതിനകത്ത് ഡിസ്ക്രിപ്റ്റീവ് 98 മാർക്കിനും MCQ 30 മാർക്കിനുമാണ് വരുന്നത്. ആ 98ൽ നിന്ന് നമുക്ക് 70 മാർക്കിന് അറ്റംപ്റ്റ് ചെയ്യാം. ഈ 30 മാർക്ക് നമുക്ക് എഴുതാം. ഓക്കെ,
അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഒരു ഐഡിയ പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത് നമുക്ക് പഠിക്കാൻ പറ്റുന്നത്, ഈ പറഞ്ഞ നല്ല മാർക്ക് നമുക്ക് എങ്ങനെ കിട്ടും എന്നുള്ളതാണ് ഞാനിവിടെ പറയുന്നത്. ഏറ്റവും ആദ്യം ഞാനിവിടെ ചൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഓഡിറ്റിംഗ് എന്ന പേപ്പറാണ്. അതായത് നമ്മുടെ തിയറി പേപ്പറാണ് ഞാൻ ഏറ്റവും ആദ്യം എടുത്തേക്കുന്നത്. ഓഡിറ്റിങ്ങിനെ സംബന്ധിച്ച് ഓഡിറ്റിങ്ങിൽ 3 ചാപ്റ്റേഴ്സാണ് ഉള്ളത്. ഓക്കെ, ബേസിക് കോൺസെപ്റ്റ്സ് ഉണ്ട്, കമ്പനീസ് ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രൊവിഷൻസ് ഉണ്ട്, പിന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള അണ്ടർടേക്കിങ്സിൻ്റെ ഓഡിറ്റ് ഉണ്ട്. അങ്ങനെ 3 ചാപ്റ്റേഴ്സാണ് ഓഡിറ്റിങ്ങിലുള്ളത്. ആ 3 ചാപ്റ്റർ ഞാൻ ഇവിടെ ചാപ്റ്റർ 1, 2 and 3 കൊടുത്തിട്ടുണ്ട്. ഈ 3 ചാപ്റ്ററിൽ നിന്നും കൂടി നമുക്ക് 42 മാർക്കിന് MCQ വരും. ഓക്കെ, 42 മാർക്സിന് തിയറി മാത്രമായിട്ട് നമുക്ക് ഈ പറഞ്ഞ ഏരിയയിൽ നിന്ന് 42 മാർക്കിന് ക്വസ്റ്റ്യൻ വരും. എങ്ങനെ ക്വസ്റ്റ്യൻ വരും? അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ ഡിസ്ക്രിപ്റ്റീവ് പോർഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 2 തൊട്ടാണ്. അതായത് MCQ ആണ് ക്വസ്റ്റ്യൻ നമ്പർ 1. അത് കഴിഞ്ഞ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ 2 തൊട്ടാണ് തുടങ്ങുന്നത്. 2, 4, 5, 2, 3, 4, 5, 6, 7, 8 അങ്ങനെ 7 ക്വസ്റ്റ്യനാണ് ഉള്ളത്. അതിലെ ലാസ്റ്റത്തെ 3 ക്വസ്റ്റ്യൻ, അതായത് 6, 7, 8, ക്വസ്റ്റ്യൻ നമ്പർ 6, 7, 8 ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 6, 7, 8 ഓഡിറ്റിൻ്റെ തിയറിയാണ് ചോദിക്കുന്നത്. 3 ക്വസ്റ്റ്യനാണ് ഓഡിറ്റിൽ നിന്ന് ചോദിക്കുന്നത്. ആ 3 ക്വസ്റ്റ്യനാണ് ആ ലാസ്റ്റത്തെ 3 ക്വസ്റ്റ്യൻ നമ്പർ 6, 7, 8. ആ 3 ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ഓഡിറ്റിൽ നിന്നാണ് വരുന്നത്, കംപ്ലീറ്റ് തിയറിയാണ്. ഒരു ക്വസ്റ്റ്യന് 14 മാർക്കാണ്. അങ്ങനെ 3 ക്വസ്റ്റ്യന് നമുക്ക് 42 മാർക്ക് ഡിസ്ക്രിപ്റ്റീവിൽ നിന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ആ ഓഡിറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഈ പറഞ്ഞ 3 ചാപ്റ്റർ പഠിക്കുന്നവർക്ക് ഡിസ്ക്രിപ്റ്റീവിൽ നിന്ന് 42 മാർക്ക് കിട്ടും. ലാസ്റ്റത്തെ 3 ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി, 42 മാർക്ക് കിട്ടും. അതിനോടൊപ്പം MCQ ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ തിയറി ഓഡിറ്റിൽ നിന്ന് MCQയും ചോദിക്കും, ഡിസ്ക്രിപ്റ്റീവും ചോദിക്കും. ഡിസ്ക്രിപ്റ്റീവിൽ നിന്ന് നമുക്ക് 42 മാർക്ക് കിട്ടും. MCQയിൽ നിന്ന് എങ്ങനെയാണെന്നുള്ളതാണ് താഴെ പറയുന്നത്. അതായത് നമ്മുടെ സിലബസ് 2022 സിലബസ് വന്നതിന് ശേഷം എക്സാം 4 അറ്റംപ്റ്റിലാണ് നടന്നത്. ജൂൺ 2023, ഡിസംബർ 2023, ജൂൺ 2024, ഡിസംബർ 2024. അങ്ങനെ സിലബസ് മാറിയതിന് ശേഷം 4 തവണ എക്സാം നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ 4 തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോഴും MCQ ഓഡിറ്റിൽ നിന്ന് എത്രയാണ് ചോദിച്ചിരിക്കുന്നത് എന്നാണ് ഞാൻ ഇവിടെ കൊടുത്തേക്കുന്നത്. ഓഡിറ്റിൽ നിന്ന് ഫസ്റ്റ് നടത്തിയ എക്സാമിന് ജൂൺ 2023 16 മാർക്കിന് ചോദിച്ചു. 16 മാർക്കിന് ചോദിച്ചു. അതായത് ഒരു ക്വസ്റ്റ്യന് 2 മാർക്കാണ്. അപ്പോൾ 8 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ജൂൺ 2023 16 മാർക്കിന് ചോദിച്ചു. ഡിസംബർ 2023 16 മാർക്കിന് ചോദിച്ചു, 8 ക്വസ്റ്റ്യൻ. ജൂൺ 2024 18 മാർക്കായി 9 ക്വസ്റ്റ്യൻസാണ് ആഡ് ചെയ്തത്. ഡിസംബർ 2024 കഴിഞ്ഞ അറ്റംപ്റ്റിൽ 20 മാർക്കിന് ഓഡിറ്റ് ചോദിച്ചു. അപ്പോൾ 10 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഇത് അവരുടെ ജനറലായിട്ട് അവർ ഇപ്പോൾ ഈ 4 അറ്റംപ്റ്റിൽ നടത്തിയൊരു ട്രെൻഡാണ്. ആദ്യത്തെ 2 അറ്റംപ്റ്റിൽ 16 മാർക്കിന് ചോദിച്ചു, പിന്നെ 18, പിന്നെ 20 മാർക്കിനായിട്ട് ഈ കഴിഞ്ഞ 4 അറ്റംപ്റ്റിൽ MCQ ഓഡിറ്റിൽ നിന്ന് വന്നു. അപ്പോൾ ഇത്രയും ഒരു വെയിറ്റേജാണ് മാർക്ക് വൈസ് അതിനുള്ളത്. അപ്പോൾ 16, 18, 20 അങ്ങനെ ആയതുകൊണ്ട് ഞാനൊരു ആവറേജ് വെയിറ്റേജ് എടുത്തു 16 മാർക്ക്. ഓക്കെ, 16 മാർക്കിന് നമുക്ക് ഷുവറായിട്ട് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും MCQ. 8 ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും ഓഡിറ്റിൽ നിന്ന്. അതിന് കൂടിയാലേ ഉള്ളൂ, 8 ക്വസ്റ്റ്യൻ എന്തായാലും ഓഡിറ്റിൽ നിന്ന് ഉണ്ടാവും. 8 ക്വസ്റ്റ്യന് 16 മാർക്ക് നമുക്ക് കിട്ടും. സോ നിങ്ങൾ നോക്കി നോക്കുക, ഇവിടെ ഡിസ്ക്രിപ്റ്റീവ് ഓഡിറ്റ് ഫുള്ള് പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് 42 മാർക്ക് ഡിസ്ക്രിപ്റ്റീവിൽ നിന്നും കിട്ടും, 16 മാർക്ക് MCQയിൽ നിന്നും കിട്ടും. ചിലപ്പോൾ 1-2 മാർക്ക് അധികം കിട്ടും, കാരണം MCQയുടെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ നമുക്കത് വേണ്ട, നിങ്ങൾ അതൊന്നും ചിന്തിക്കേണ്ട. 42 മാർക്ക് ഡിസ്ക്രിപ്റ്റീവിൽ നിന്ന് കിട്ടും, 16 മാർക്ക് എന്തായാലും MCQയിൽ നിന്ന് കിട്ടും. സോ ടോട്ടൽ 58 മാർക്ക് നമ്മൾ ഓഡിറ്റ് കംപ്ലീറ്റ് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് 58 മാർക്ക് നല്ല സിമ്പിളായിട്ട് അവർക്ക് മേടിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, MCQ എണ്ണം കൂടി 60-62 ആവും. അത് പോട്ടെ, അത് നിങ്ങൾ നോക്കണ്ട. എന്തായാലും ഓഡിറ്റിൻ്റെ ഈ 3 ചാപ്റ്റർ പക്ക ക്ലിയർ ചെയ്ത് ആ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും പഠിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് കറക്റ്റ് നിങ്ങൾ ആ ഒരു ഫോളോ അപ്പ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ 58 മാർക്ക് ഷുവറായിട്ട് കിട്ടും. ഇത് ഞാൻ നിങ്ങളെ അഷ്യൂർ ചെയ്യുകയാണ്. കാരണം ഇത് ഞാൻ ഫോളോ ചെയ്ത മെത്തേഡാണ്. അപ്പോൾ എനിക്കിത് നല്ല യൂസ്ഫുൾ ആയിട്ടുണ്ട്. നല്ല മാർക്ക്, അതായത് എനിക്ക് വളരെ കുറച്ച് ലിമിറ്റഡ് ടൈമിൽ മാത്രമാണ് ഞാൻ എൻ്റെ പ്രിപ്പറേഷൻസ് തുടങ്ങിയിട്ടുള്ളത്. കാരണം എനിക്ക് മറ്റ് എക്സാംസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വളരെ കുറഞ്ഞ സമയത്തിലാണ്, വളരെ 5-6 ദിവസം മാത്രമാണ് ഞാൻ എല്ലാ സബ്ജക്റ്റും കൂടി നോക്കിയിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എപ്പോഴും ഓഡിറ്റിന് വലിയ പ്രിഫറൻസ് കൊടുക്കാൻ പറ്റിയിരുന്നില്ല. എങ്കിലും കിട്ടുന്ന ടൈം മാക്സിമം ഓഡിറ്റ് പഠിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാ ചാപ്റ്റേഴ്സ് പഠിച്ചില്ലെങ്കിലും അത്യാവശ്യം ഞാൻ എടുക്കുന്ന ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്തിരുന്നത് കൊണ്ട് എനിക്ക് ഏതൊക്കെ ചാപ്റ്റർ എങ്ങനെ വെയിറ്റേജ് ആണെന്ന് അറിയാവുന്നത് കൊണ്ടും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഈ ഒരു ഐഡിയ പറഞ്ഞു തരുന്നത്. നിങ്ങൾ ഓഡിറ്റ് ഇപ്പോൾ തിയറി ബുദ്ധിമുട്ടുള്ളവരായിക്കോട്ടെ എളുപ്പമുള്ളവരായിക്കോട്ടെ, നിങ്ങൾ ചിന്തിക്കരുത്, നമ്മുടെ മൈൻഡ് സെറ്റ് ആദ്യം മാറ്റുക. എനിക്ക് തിയറി ബുദ്ധിമുട്ടാണ്, എനിക്കത് പഠിക്കാൻ പറ്റില്ല എന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നാൽ പറ്റില്ല, അത് ഉറപ്പാണ് പറ്റില്ല.
പക്ഷേ എനിക്കത് പറ്റും, ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ, അതിന് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. എഴുതി പഠിക്കുന്നവരുണ്ട്, വായിച്ച് പഠിച്ചിട്ട് എഴുതി നോക്കുന്നവരുണ്ട്, വായിച്ച് പഠിച്ചിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വായിച്ച് പഠിക്കുന്നവരുണ്ട് ഓർമ്മ നിൽക്കാനായിട്ട്. പല പല മെത്തേഡ്സ് ഫോളോ ചെയ്യുന്ന ഒത്തിരി സ്റ്റുഡൻസിനെ എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ ആ പറ്റില്ല എന്നുള്ള മൈൻഡ് സെറ്റിൽ നിൽക്കുവാണെങ്കിൽ ഓഡിറ്റ് പറ്റില്ല. പക്ഷേ നമുക്ക് പ്രൊഫഷൻ വൈസ് ആയാലും നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഓഡിറ്റിലുണ്ട്. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യരുത്. ഈ ഓഡിറ്റിംഗ് നിങ്ങൾ പൂർണ്ണമായിട്ട് പഠിക്കുകയാണെങ്കിൽ 42 മാർക്ക് ഡിസ്ക്രിപ്റ്റീവിൽ നിന്നും 16 മാർക്ക് MCQ നിന്നും ടോട്ടൽ 58 മാർക്ക് ഷുവറായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് എനിക്ക് ഓഡിറ്റിനെ സംബന്ധിച്ച് പേഴ്സണലി പറയാനുള്ളത്. ഇത് ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം ചെയ്തതല്ല. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നോക്കി പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം, ഞാൻ ഇൻ്റർമീഡിയറ്റ് പഠിക്കുന്ന ആളാണ്, അപ്പോൾ ഞാൻ ഫോളോ അപ്പ് ചെയ്തൊരു മെത്തേഡാണ് ഞാൻ നിങ്ങൾക്കും പറഞ്ഞു തരുന്നത്. ഓക്കെ, ഇനി അപ്പോൾ ഓഡിറ്റ് നിങ്ങൾ നോക്കുക. ഓഡിറ്റ് നിങ്ങൾ തിയറി ബുദ്ധിമുട്ടുള്ളവരായിക്കോട്ടെ എളുപ്പമുള്ളവരായിക്കോട്ടെ ഓഡിറ്റ് പക്ക പഠിക്കുക. 3 ചാപ്റ്ററേ ഉള്ളൂ. ലെങ്തിയാണ്, ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സ് ലെങ്തിയാണ്, 3rd ചാപ്റ്റർ വലിയ പ്രശ്നമില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും എന്ത് കിട്ടും, ഈ പറഞ്ഞ 58 മാർക്ക് കിട്ടും. ഓക്കെ, ഈ ഒരു രീതിക്ക് തന്നെ പഠിക്കുക. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ, ഓഡിറ്റിന് ക്ലാസ് വേണം, തിയറി നോട്ടില്ല, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് എടുക്കണം, എങ്ങനെ MCQ ഹാൻഡിൽ ചെയ്യണം, അതിനെപ്പറ്റിയൊന്നും ഒരു ഐഡിയ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതിയാവും. ഞാൻ നിങ്ങൾക്ക് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യാം. വളരെ ചെറിയൊരു ഫീ മാത്രമേ ഉള്ളൂ. ആ ഫീയിൽ നിങ്ങൾക്ക് ഈ ഒരു പേപ്പർ ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ട്, തിയറി നോട്ട്സ് ഇല്ല, ഇനി നോട്ട്സ് മാത്രം പർച്ചേസ് ചെയ്യണമെങ്കിൽ അങ്ങനെ പറ്റും, ക്ലാസ്സും കൂടി ചേർത്തിട്ട് പർച്ചേസ് ചെയ്യണമെങ്കിൽ അങ്ങനെ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട എല്ലാവിധ ഹെൽപ്പും ഞാൻ പ്രൊവൈഡ് ചെയ്യും. സോ നിങ്ങൾക്ക് ക്ലാസ്സസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ മെസ്സേജ് ചെയ്താൽ മതിയാവും. ഓക്കെ, അടുത്ത് ഞാൻ നിങ്ങൾക്ക് ഈ പറഞ്ഞ സബ്ജക്റ്റ്, ഈ പേപ്പറിൽ കോർപ്പറേറ്റ് അക്കൗണ്ട്സും ഉണ്ട്, ഓഡിറ്റ് മാത്രമല്ലല്ലോ കോർപ്പറേറ്റ് അക്കൗണ്ട്സും ഉണ്ട്. സോ നമുക്ക് 58 മാർക്ക് ഓഡിറ്റിൽ നിന്ന് ഷുവറായി. ഇനി ബാക്കി കുറച്ച് മാർക്ക് നമുക്ക് കിട്ടാൻ എളുപ്പമുള്ള ചില മേഖലകളുണ്ട്. അപ്പോൾ ആദ്യം കൂടി നമുക്ക് നോക്കാം. കോർപ്പറേറ്റ് അക്കൗണ്ട്സ് എന്ന് പറയുന്ന പേപ്പറിൽ വരികയാണെങ്കിൽ ഏറ്റവും ഫസ്റ്റ് നിങ്ങൾ പ്രിഫറൻസ് കൊടുത്ത് പഠിക്കേണ്ടത് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ് എന്ന ചാപ്റ്ററാണ്. വളരെ സിമ്പിൾ ചാപ്റ്ററാണ്. അതായത് നോക്കുമ്പോൾ വലിയ ലെങ്തിയാണ്, ഒരുപാട് ക്വസ്റ്റ്യൻ ഉണ്ട്, ഒന്നും മനസ്സിലാവുന്നില്ല, ജേണൽ എൻട്രി അങ്ങനെയൊക്കെയാണ് തോന്നുന്നതെങ്കിൽ അത് വിടുക. അതായത് നിങ്ങൾ ആ മൈൻഡ് സെറ്റ് മാറ്റുക. ഇതിനകത്ത് ഓരോ ജേണൽ എൻട്രിക്കും ഓരോ കൺസെപ്റ്റ് ഉണ്ട്. എന്തുകൊണ്ടത് ഡെബിറ്റിൽ വന്നു, എന്തുകൊണ്ട് ക്രെഡിറ്റിൽ വന്നു, എന്തുകൊണ്ട് അവിടെ ഇൻട്രസ്റ്റ് വന്നു, എമൗണ്ട് എങ്ങനെ വന്നു, കറക്റ്റ് കാൽക്കുലേഷനും കൺസെപ്റ്റും മനസ്സിലാക്കി ആ ജേണൽ എൻട്രി പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ആ ജേണൽ എൻട്രി പഠിക്കണം എന്നുള്ളതേ ഉള്ളൂ. ബാക്കി എല്ലാ ക്വസ്റ്റ്യനും ഒരേപോലത്തെ മോഡൽ, ചെറിയ ചെറിയ മാറ്റങ്ങളെ വരും. സോ എന്താണ് അതിന് പിന്നിലുള്ള ആ ഒരു കൺസെപ്റ്റ്, ആ സ്റ്റോറി നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ് എന്ന ചാപ്റ്റർ പഠിക്കുവാണെങ്കിൽ വളരെ സിമ്പിളാണ്. എല്ലാ അറ്റംപ്റ്റിലും, ഈ കഴിഞ്ഞ തൊട്ട് മുന്നത്തെ 4 അറ്റംപ്റ്റിലും 14 മാർക്കിന് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനില്ലേ MCQ കഴിഞ്ഞിട്ട് ഡിസ്ക്രിപ്റ്റീവ് തുടങ്ങുമ്പോഴുള്ള ക്വസ്റ്റ്യൻ നമ്പർ 2, അതെപ്പോഴും അതിൻ്റെ A പാർട്ട് ഷെയറും B പാർട്ട് ഡിബഞ്ചർ, അല്ലെങ്കിൽ അങ്ങനെ വൈസ് വേഴ്സ അങ്ങനെയാണ് ചോദിക്കല്, A പാർട്ട് B പാർട്ട്. അത് എപ്പോഴും ഈ ചാപ്റ്ററിൽ നിന്നാണ് വരുന്ന. 14 മാർക്കിന് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്ററാണ്. സോ അത് വളരെ എളുപ്പവുമാണ്. ആ ജേണൽ എൻട്രി പഠിക്കണം എന്നുള്ളൊരു ഒറ്റ ബുദ്ധിമുട്ടേ ഉള്ളൂ. അത് പഠിച്ച് ആ ക്വസ്റ്റ്യൻ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. അപ്പോൾ അത് 14 മാർക്ക് ഷുവർ കിട്ടുന്ന ഒരു ഏരിയ ആണ്. പിന്നെ വേറൊരു ചാപ്റ്റർ ഉണ്ട്, ഇൻഷുറൻസ്, ബാങ്കിങ്, ഇലക്ട്രിസിറ്റി. പൊതുവിൽ കുട്ടികൾ അറിയില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന ഒരു ഏരിയ ആണ്. അതായത് അറിയില്ല, ഇതെങ്ങനെ ചെയ്യണമെന്ന് അറിയില്ല, പുറമേ നോക്കിയിട്ടാണ്, അവരതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നില്ല. പുറമേ നോക്കൂ, ഇങ്ങനെയാണ്, ഓക്കെ അത് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ് ആദ്യമേ സ്കിപ്പ് ചെയ്യും. എന്താണ് അതിനകത്തുള്ള കണ്ടൻറ്റ് എന്നുള്ളത് നോക്കാതെയാണ് പലരും. കഴിഞ്ഞ എക്സാമിന് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ചെയ്തിട്ട് പറഞ്ഞിരുന്നു ആ ചാപ്റ്റർ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇതുവരെ നോക്കിയിട്ടില്ല എന്ന്. ബുദ്ധിമുട്ടാണെന്ന് നമ്മൾ ജഡ്ജ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊന്ന് ട്രൈ ചെയ്യേണ്ടേടാ. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഓക്കെ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ ഓക്കെ അങ്ങനെ പറയാം. എന്നെ സംബന്ധിച്ച് കോർപ്പറേറ്റ് അക്കൗണ്ട്സിലെ ഏറ്റവും എളുപ്പമുള്ള ചാപ്റ്റർ ഇൻഷുറൻസ്, ബാങ്കിങ്, ഇലക്ട്രിസിറ്റിയാണ്. നമുക്കതിനകത്ത് 3 കാര്യങ്ങൾ പഠിക്കാണ്ട്, ഇൻഷുറൻസ് കമ്പനി, ബാങ്കിങ് കമ്പനി, ഇലക്ട്രിസിറ്റി കമ്പനി. അപ്പോൾ ഇത് 3 നമുക്ക് പഠിക്കാണ്ട്, ഈ 3 കമ്പനിയുടെ കാര്യവും പഠിക്കാണ്ട്. പക്ഷേ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്. പഠിക്കാൻ 3 കൺസെപ്റ്റ് ഉണ്ടെന്നേ ഉള്ളൂ. ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിളാണ്. എക്സാമിന് ചോദിക്കുന്നതോ ഡിറ്റോ ക്വസ്റ്റ്യൻസും ആണ്. അപ്പം വളരെ സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണത്. അത് പഠിക്കുക. എല്ലാ അറ്റംപ്റ്റിലും 14 മാർക്കിന് ചോദിക്കാറുള്ളതാണ്. സോ അത് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, 14 മാർക്ക് കിട്ടും. കോർപ്പറേറ്റ് അക്കൗണ്ട്സിൽ മറ്റ് ചാപ്റ്റേഴ്സ് ഉണ്ട്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, P&L ബാലൻസ് ഷീറ്റ് ഒക്കെ ഉണ്ട്. ഞാൻ അതൊന്നും ഇപ്പോൾ എടുത്തിട്ടില്ല, കാരണം അത് 3 ലെങ്തി ചാപ്റ്റേഴ്സാണ്. സോ ഞാൻ അത് എടുത്തിട്ടില്ല. നമുക്ക് കമ്പാരിറ്റീവ്ലി മാർക്ക് സ്കോർ ചെയ്യാൻ ഏറ്റവും എളുപ്പം ഏതാണെന്നാണ് എല്ലാവരും നോക്കുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു തന്നതാണ്. ഷെയർസ്, ഡിബഞ്ചേഴ്സ് നോക്കുക,
നോക്കുക, ഇൻഷുറൻസ് ബാങ്കിങ് നോക്കുക. അപ്പോൾ നിങ്ങൾ നോക്കിക്കേടാ, ഈ പറഞ്ഞ പേപ്പർ 10-നകത്ത് 5 ചാപ്റ്റർ പഠിച്ചാൽ മതി. ഓഡിറ്റിലെ 3 ചാപ്റ്ററും കോർപ്പറേറ്റ് അക്കൗണ്ട്സിലെ ഈ 2 ചാപ്റ്ററും പഠിച്ചാൽ മതി. നല്ല മാർക്ക് കിട്ടുന്നില്ലേ? കിട്ടും. ഇനി ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, ഞാൻ ക്ലാസ് കൊടുക്കുമ്പോഴത്തേക്ക് ഞാൻ ഈ പറഞ്ഞ 5 ചാപ്റ്ററിനാണ് കൊടുക്കുന്നത്. മാത്രമല്ല ഞാൻ ഇതിനകത്ത് റിസർവ് എന്നുള്ളൊരു രീതിക്ക്, അതായത് ഇൻ കേസ് നമ്മൾ മനുഷ്യരാണ്, ചിലപ്പോൾ മറന്നു പോവാം. ഏതെങ്കിലും ടോപ്പിക്ക് ചിലപ്പോൾ ഓഡിറ്റോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കോർപ്പറേറ്റ് അക്കൗണ്ട്സിൽ തന്നെ ഏതെങ്കിലും ചെയ്തു വരുമ്പോൾ ഓർമ്മ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് റീപ്ലേസ് ചെയ്ത് വേറൊരു ക്വസ്റ്റ്യൻ ചൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് അറിയില്ല, P&L അറിയില്ല, ബാലൻസ് ഷീറ്റ് അറിയില്ല, അപ്പോൾ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ ബുദ്ധിമുട്ടാവും നമുക്ക്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾ സ്റ്റക്ക് ആവാൻ പാടില്ല. ആ വേയിൽ നിങ്ങൾക്കൊന്ന് റീപ്ലേസ് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാലും നിങ്ങൾ സ്റ്റക്ക് ആവാൻ പാടില്ല എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ ആഡ് ചെയ്തിരിക്കുന്ന ഒരു ചാപ്റ്ററാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, CFS. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് വളരെ സിമ്പിളാണ്. എല്ലാ അറ്റംപ്റ്റിലും 7 മാർക്കിന് ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ വളരെ സിമ്പിളാണ്. അതിന് 2 ഫോർമാറ്റുകൾ, ആ 2 ഫോർമാറ്റ് നന്നായിട്ട് പഠിച്ചു വെക്കുക, ക്വസ്റ്റ്യൻ ചെയ്ത് വെക്കുക, അത്രയേ ഉള്ളൂ. ഇത് ഞാൻ ഒരിക്കലും നിങ്ങളോട് മാൻഡേറ്ററി പഠിക്കണമെന്ന് പറയില്ല. ഇൻ കേസ് എന്തെങ്കിലും മറന്നു പോയാൽ എടുക്കാൻ എന്നുള്ള രീതിക്ക് നമ്മളൊരു പ്രൊവിഷനായിട്ട് ക്രിയേറ്റ് ചെയ്യില്ല, ഒരു റിസർവ് പോലെ അങ്ങനെ കയ്യിൽ വെച്ചേക്കുക. വലുതായിട്ട് എല്ലാ ക്വസ്റ്റ്യനും പഠിക്കണമെന്ന് ഞാൻ പറയില്ല. ജസ്റ്റ് ഫോർമാറ്റും അതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻ, ഒരു 3-4 ക്വസ്റ്റ്യൻ വീതം 2ലും ചെയ്തു വെച്ച് കഴിഞ്ഞാൽ, 2 മെത്തേഡ് ഉണ്ട്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ്. 2ലും ഒരു 4 ക്വസ്റ്റ്യൻസ് വീതം ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അത് ഓക്കെയാണ്. ബാക്കിയുള്ള 5 ചാപ്റ്റർ മെയിൻ പ്രിഫറൻസ് കൊടുക്കുക. എന്തെങ്കിലും നമുക്കൊന്ന് മറന്നു പോവുകയോ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുകയോ അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ അറിയാത്തത് വരികയോ ചെയ്താൽ സ്റ്റക്ക് ആവാതെ ആ സമയത്ത് ക്യാഷ് ഫ്ലോ എടുത്ത് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഞാനത് റിസർവായിട്ട് പറഞ്ഞതാണ്. ക്ലാസ്സിൽ ഞാൻ ക്യാഷ് ഫ്ലോ എടുക്കും. ഓക്കെ, അപ്പോൾ ക്ലാസ് വേണം എന്നുള്ളവർ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. ഇതിന് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, എന്താ നിങ്ങൾ പഠിക്കണം. ഓക്കെ, ഓഡിറ്റ് ഞാൻ കംപ്ലീറ്റ് ഇൻക്ലൂഡ് ചെയ്യും. നിങ്ങൾക്ക് എങ്ങനെ എക്സാമിന് പ്രസൻറ്റ് ചെയ്യണം, ആ ഒരു ഫോർമാറ്റിൽ പോയിൻറ്റ് വൈസ് എങ്കിൽ പോയിൻറ്റ് വൈസ്, പാരഗ്രാഫ് എങ്കിൽ അങ്ങനെ, നിങ്ങൾക്ക് എങ്ങനെ എക്സാമിന് നിങ്ങൾ എഴുതണം എന്നുള്ളത് കറക്റ്റ് രീതിക്ക് നോട്ട് പ്രിപ്പയർ ചെയ്താണ് ഞാൻ പഠിപ്പിക്കുന്നത്. സോ ക്ലാസ്സസ് വേണം എന്നുള്ളവർ തീർച്ചയായിട്ടും മെസ്സേജ് ചെയ്യാം കേട്ടോ. അപ്പോൾ ക്ലാസ്സിനകത്ത് ഞാൻ ഈ പറഞ്ഞ 3 ചാപ്റ്റർ ഓഡിറ്റിൻ്റെത് തരും, പ്ലസ് ഈ പറഞ്ഞ പോലെ കോർപ്പറേറ്റ് അക്കൗണ്ട്സിൻ്റെ ഈ 2 ചാപ്റ്റർ. കാരണം എനിക്കറിയാം അത് 2 ചാപ്റ്റർ പഠിച്ചാൽ 28 മാർക്സാണ് കിട്ടുന്നത്. പിന്നെ പ്രൊവിഷൻ എന്ന രീതിക്ക് ക്യാഷ് ഫ്ലോയും ക്ലാസ് എടുക്കും, 7 മാർക്കാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ നോക്കിക്കേ, കോർപ്പറേറ്റ് അക്കൗണ്ട്സിൻ്റെ ടോട്ടൽ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ചാപ്റ്റർ 14 മാർക്ക്, സെക്കൻഡ് ചാപ്റ്റർ 14 മാർക്ക്, ഇത് ഒരു റിസർവ് എന്ന രീതിക്ക് ഒരു 7 മാർക്ക്. അങ്ങനെ ടോട്ടൽ 35 മാർക്കിന് നമുക്ക് കിട്ടും. പക്ഷേ നമുക്കതിനകത്ത് 28 അല്ലേ എഴുതാൻ പറ്റും, 5 ക്വസ്റ്റ്യൻ എഴുതാൻ പറ്റൂ. ഓഡിറ്റിൽ നിന്ന് 3 നമ്മൾ എടുത്തു, കോർപ്പറേറ്റിൽ നിന്ന് 2 പറ്റൂ. സോ ക്യാഷ് ഫ്ലോ നമ്മൾ പഠിച്ചു വെച്ചു എന്ന് എഴുതി അറ്റൻഡ് ചെയ്യാൻ പറ്റണം അങ്ങനെയില്ല, മറന്നുപോയാൽ എടുക്കാം, അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ 28 മാർക്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതിൽ നിന്ന് ഈ കോർപ്പറേറ്റ് അക്കൗണ്ട്സിൽ നിന്നും എന്തുണ്ട്, MCQ ഉണ്ട്. നമുക്ക് 4 മാർക്ക് 2 ക്വസ്റ്റ്യൻ എന്തായാലും വരും, അതിൽ കൂടുതൽ വരും. കാരണം ചില അറ്റംപ്റ്റിൽ 8 മാർക്കിനൊക്കെ ഈ 2 ഏരിയയിൽ നിന്ന് മാത്രം 8 മാർക്കിന് ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ എടുത്തിട്ടില്ല. 4 മാർക്ക് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. 2 ചാപ്റ്ററിൽ നിന്നും ഓരോ MCQ വീതം 4 മാർക്ക്. സോ ടോട്ടൽ നമുക്ക് ഈ എങ്ങനെയാണ് ഈ സബ്ജക്റ്റിൻ്റെ ടോട്ടൽ നമ്മുടെ ഓഡിറ്റ് കംപ്ലീറ്റ് പഠിക്കുന്നവർക്ക് 58 മാർക്കും കിട്ടും. പ്ലസ് ഈ 2 ചാപ്റ്റേഴ്സും ഫോക്കസ് ചെയ്യുന്നവർക്ക് 32 മാർക്ക്, 28 + 4 32 മാർക്കും കിട്ടും. അങ്ങനെ ടോട്ടൽ 90 മാർക്ക് ഷുവറായിട്ട് ഞാൻ പറഞ്ഞ 5 ചാപ്റ്റർ നിങ്ങൾ പഠിക്കുവാണെങ്കിൽ ഷുവറാണ്, ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് 90 മാർക്ക് കിട്ടും. പക്ഷേ നിങ്ങൾ പഠിക്കുമ്പോൾ ക്ലിയർ ആക്കി പഠിക്കുക. പഠിക്കാത്ത ഏരിയാസിനെ പറ്റിയിട്ടല്ല വറീഡ് ആവേണ്ടത്. നമ്മൾ പഠിച്ച ഏരിയാസ് നമുക്ക് ഓക്കെ ആണോ, അതിൽ നിന്നൊരു അഡ്ജസ്റ്റ്മെൻറ്റ് വന്നാൽ, ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്കൊരു ഡൗട്ടും ഇല്ലാതെ എഴുതാൻ പറ്റുന്ന ലെവലിലേക്ക് നമ്മളെ ഡ്രാഫ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞ മാർക്ക് കിട്ടുക. 90 മാർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ചുമ്മാ കിട്ടുന്നതല്ല, നമ്മൾ അതിനുവേണ്ടി നല്ല വർക്ക് ചെയ്യണം. നല്ല വർക്ക് ചെയ്യാണ്ട് കിട്ടില്ല. സോ എങ്ങനെ പോയാലും നമുക്ക് 90 മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഈ പറഞ്ഞ ചാപ്റ്റേഴ്സ് നമ്മൾ പഠിക്കുമ്പോൾ ഇപ്പം നമ്മുടെ ഓഡിറ്റിൽ നിന്ന് 60 മാർക്കോളം വരും. ഇതിൽ നിന്ന് MCQ എല്ലാം കൂടി ഒരു 100 മാർക്കിന് എന്തായാലും നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. അതിനകത്ത് 90 മാർക്ക് ഈ പറഞ്ഞ പോലെ കറക്റ്റ് കിട്ടും, സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം 5 ക്വസ്റ്റ്യനാണ് നമുക്ക് എഴുതാൻ പറ്റുന്നത് ഡിസ്ക്രിപ്റ്റീവിൽ നിന്ന്. 30 മാർക്ക് നമുക്ക് എന്ത് കിട്ടും, MCQവിൽ അറ്റൻഡ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടില്ല, നെഗറ്റീവ്സ് ഇല്ല, ഒന്നുമില്ല. സോ നമുക്ക് അറിയില്ലെങ്കിലും ജസ്റ്റ് എന്തെങ്കിലും ടിക്ക് ചെയ്തെങ്കിലും വിടാം. സോ ഡിസ്ക്രിപ്റ്റീവിൽ 7 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിലും 5 ക്വസ്റ്റ്യനാണ് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. അതിൽ നമ്മുടെ ഈ ഒരു മെത്തേഡ് പ്രകാരം 3 ക്വസ്റ്റ്യൻ നമ്മൾ ഓഡിറ്റിൽ നിന്നാണ് എടുക്കുന്നത്, ബാക്കി 2 ക്വസ്റ്റ്യൻ അക്കൗണ്ട്സിൽ നിന്നാണ്. അപ്പോൾ അതിൽ ഷെയർസ് ഡിബെഞ്ചേഴ്സും എടുക്കാം, ഇൻഷുറൻസും എടുക്കാം. ഇൻ കേസ് ഏതെങ്കിലും അറിയില്ലെങ്കിൽ ക്യാഷ് ഫ്ലോ എടുക്കാം. ഓക്കെ, പിന്നെ അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, അവിടെ നിന്ന് തന്നെ നമുക്ക് ആ പറഞ്ഞ ഒരു 58 + 28 കിട്ടും.
പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഓഡിറ്റിനകത്ത് 16 മാർക്ക് MCQ കിട്ടും, അക്കൗണ്ട്സിൽ 4 മാർക്ക്. അങ്ങനെ ടോട്ടൽ നമുക്ക് 90 മാർക്ക് ഷുവറായിട്ട് ഈ പറഞ്ഞ ചാപ്റ്റർ ഈ പറഞ്ഞ പേപ്പറിൽ നിന്ന് കിട്ടും. പക്ഷേ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുക, റിവിഷൻ ചെയ്യുക, അതാണ് ഇതിൻ്റെ മെയിൻ. അപ്പം ഇത് പലർക്കും അറിയില്ല, എങ്ങനെ പഠിക്കണമെന്ന് അറിയില്ല, ബുദ്ധിമുട്ടുണ്ട്, അങ്ങനെ പറഞ്ഞ് നിൽക്കുന്നവരുണ്ട്. സോ അവർക്കൊരു ഹെൽപ്പ് എന്ന രീതിക്കാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചില ആൾക്കാർക്ക് കയ്യിൽ നോട്ട് ഉണ്ടാവില്ല, നോട്ട് ഉണ്ടെങ്കിൽ തന്നെ പ്രോപ്പർ പ്രസൻറ്റേഷൻ അറിയുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ക്ലാസ്സസ് അറിയില്ല, കൺസെപ്റ്റ് അറിയില്ല, ജേണൽ എൻട്രിയുടെ പുറത്തുള്ള ഒരു കൺസെപ്റ്റ് അറിയില്ല, എന്തുകൊണ്ട് അവിടെ ഡെബിറ്റ് എന്തുകൊണ്ട് ക്രെഡിറ്റ് വന്നു എന്നുള്ളത് അറിയില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്യുക. എൻ്റെ നമ്പർ ഞാൻ ഇവിടെ കൊടുക്കാം. ഈ നമ്പറിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി, ഞാൻ നിങ്ങൾക്ക് ക്ലാസ് പ്രൊവൈഡ് ചെയ്യാം. ക്ലാസ്സസ് താല്പര്യമുള്ളവർ, അല്ലെങ്കിൽ നോട്ട്സ് മാത്രം വാങ്ങുന്നവർ, അല്ലെങ്കിൽ ക്ലാസ് മാത്രം വാങ്ങാൻ താല്പര്യമുള്ളവർ മെസ്സേജ് ചെയ്യുക. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് നിങ്ങളിപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ക്ലാസ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അതിന് വേണ്ട അതുമായിട്ട് ടിൽ ആ ഒരു എക്സാം ഡേറ്റ് വരെ നിങ്ങൾക്ക് എന്തൊക്കെ ഹെൽപ്സ് വേണോ അതെല്ലാം ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ബിക്കോസ് നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു ക്ലാസ് വാങ്ങിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് തീർത്തും റെസ്പോൺസിബിളാണ്. നിങ്ങൾക്കത് കറക്റ്റ് കിട്ടാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. സോ നിങ്ങൾക്കൊരു നോട്ട് തന്നാലും നിങ്ങൾക്കൊരു ക്ലാസ് തന്നാലും അതിനോട് 100% റെസ്പോൺസിബിലിറ്റി എനിക്കുണ്ട്. സോ നിങ്ങൾ അങ്ങനെ പർച്ചേസ് ചെയ്യാം. നോട്ട് മാത്രം വേണം എന്നുള്ളവർക്ക് അങ്ങനെ വാങ്ങാം, ക്ലാസ് മാത്രം വേണവർക്ക് അങ്ങനെ വാങ്ങാം, അതിനൊന്നും ഇഷ്യൂ ഇല്ല. നിങ്ങൾക്ക് കൺസെപ്ച്വൽ ക്ലാരിറ്റി ഇല്ല, പഠിക്കാൻ അറിയില്ല, ഇതുവരെ ഒന്നും തുടങ്ങിയിട്ടില്ല, 0-ൽ നിൽക്കുന്നേ ഉള്ളൂ, ഈ ഒരു ലെവലിലേക്ക് എത്തണം, 90 മാർക്കിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ക്ലാസ് വാങ്ങി കണ്ടു തുടങ്ങുക. ടൈം ഉണ്ട്, ഇപ്പോൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്താലും നിങ്ങൾക്ക് ആ ഒരു ടൈമിക്ക് നന്നായിട്ട് തീർക്കാൻ പറ്റും. സോ ഇത്രയാണ് എനിക്ക് ഈ ഒരു പേപ്പറിനെ സംബന്ധിച്ച് പറയാനുള്ളത്. കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പേപ്പർ 10നെ സംബന്ധിച്ച് എന്ത് നിങ്ങൾക്ക് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ നമ്പറിൽ ചോദിക്കാം. ക്ലാസ്സസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും ക്ലാസ് എന്താണെന്നുള്ളത് ഏതിൻ്റെ ആണെന്നുള്ളത് പറയാം. കാരണം ഞാനിപ്പോൾ എല്ലാ സബ്ജക്റ്റിൻ്റെയും വീഡിയോ ചെയ്യും. സോ നിങ്ങളുടെ റിക്വയർമെൻ്റ് ഉള്ളത് നിങ്ങൾ പറയാം. ഇനി ഗ്രൂപ്പ് വൈസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണം, ഒരുമിച്ച് വാങ്ങണം എന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്കൊരു സ്റ്റഡി പ്ലാൻ ഉണ്ട്, ആ പ്ലാനിൽ ജോയിൻ ചെയ്തിട്ട് അങ്ങനെയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പോൾ ക്ലാസ്സസ് വേണം എന്നുള്ളവരെ കോൺടാക്ട് ചെയ്യുക. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി ഫർദർ ആയിട്ടുള്ള ബാക്കി ആ ഒരു 6 സബ്ജക്ട്സ് ഉണ്ട്, ബാക്കി കോസ്റ്റിംഗ് തന്നെ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ബാക്കി 6 സബ്ജക്റ്റിൻ്റെ വീഡിയോ നിങ്ങൾക്ക് പ്രിഫറൻസുകളോ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ്സ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു പേപ്പറിനെ സംബന്ധിച്ച് പറയാൻ. കോസ്റ്റിംഗ് വീഡിയോ കണ്ടിട്ടില്ലാത്തൊരു ചാനലിൽ കയറി നോക്കുക, തൊട്ട് മുന്നേ തന്നെ ഇട്ടിട്ടുള്ള വീഡിയോ ആണ്. സോ ഇത്രയേ ഉള്ളൂ. എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അത് നമുക്ക് പറ്റും എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് പഠിച്ചു തുടങ്ങുക. ഈ ഒരു അറ്റംപ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ചെയ്യാൻ പറ്റട്ടെ, നല്ല മാർക്കോട് കൂടി ചെയ്യാൻ പറ്റട്ടെ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു പുതിയൊരു ചാപ്റ്ററിൽ നമുക്കൊരു പുതിയ ആർട്ടിക്കിൾഷിപ്പ് ലൈഫും അല്ലാതെ ഫൈനൽസിലേക്കുള്ള ഒരു മൂവ്മെൻറ്റ് നമുക്ക് തുടങ്ങട്ടെ, എല്ലാവർക്കും ചെയ്യാൻ പറ്റട്ടെ എന്ന് വിചാരിക്കുന്നു. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാം. ക്ലാസ്സസ് വേണം എന്നുള്ളവർ കോൺടാക്ട് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഇനി ഫർദർ ആയിട്ട് എന്തെങ്കിലും റിക്വയർമെൻറ്റ്സ് ഉണ്ടെങ്കിൽ കമൻറ്റ്സിൽ പറയാം കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് കാണുക, ആരും സ്കിപ്പ് ചെയ്യരുത്. ഒരു 20 മിനിറ്റ്സേ ഉള്ളൂ. ഈ 20 മിനിറ്റ്സ് നിങ്ങളൊന്ന് ഇതിന് വേണ്ടി സ്പെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു സബ്ജക്റ്റിനെ പറ്റിയിട്ട് കംപ്ലീറ്റ് ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്.